ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു 30 പ്ലാന്റ്സോളം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് എടുത്താലും നിങ്ങൾക്ക് 50 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. ഇതിൽ ഈ 30 പ്ലാന്റ്സിൽ ഏത് പ്ലാന്റ് എടുത്താലും 50 രൂപ മാത്രമാണ് ഒരു ചെടിക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വേഗം തന്നെ കണ്ടിട്ട് വരാം. ഫസ്റ്റത്തെ പ്ലാന്റ് യുജീനിയ പ്ലാന്റ് ആണ്. ഇലക്ക് ടോപ്പ് ഭാഗത്ത് നല്ലൊരു റെഡ് കളറാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ സ്ക്രീനിൻ്റെ സൈഡ് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. നന്നായിട്ട് ഹെൽത്തി ആയി റൂട്ടൊക്കെ വന്ന് ഇതേപോലെ ചെറിയ കുറ്റിച്ചെടിയായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് ഇതാ പനാമ റോസ് ആണ്. ഇതാണ് ഫ്ലവർ വരുന്നത്. നല്ലോണം റൂട്ട് വന്നുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല സ്മെല്ലാണ് പനാമ റോസിൻ്റെ ഫ്ലവേഴ്സിനുള്ളത്. അപ്പോൾ ഇതിപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു മഴക്കാല ഓഫർ കൂടിയാണ്. ഇതിൽ ഏത് പ്ലാന്റ് എടുത്താലും 50 രൂപയാണ്. അഫോർഡബിൾ റേറ്റേ ഉള്ളൂ. ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഈ ഒരു 22-ാം തീയതി വരെ ഈ ഒരു പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ വീഡിയോൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 22-ാം തീയതി വരെയാണ്. അപ്പോൾ ഇത് തുജ എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ലീഫി വെറൈറ്റി, നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇന്നിപ്പോൾ നമ്മൾ 16/6/2025 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ 22/6/2025 ഞായറാഴ്ച വരെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്തോ. നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത്. ഇത് സൺഡേ മൺഡേ അല്ലെങ്കിൽ ഗോൾഡൻ ഗാർഡേനിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഫ്ലവേഴ്സ് ഇല്ലാത്തതിൻ്റെ ഒക്കെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ എക്സ്കോളിമ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആക്കിയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ്. നമുക്കിപ്പോൾ നല്ല ഭംഗിയിലൊക്കെ ബുഷായിട്ട് വളർത്തണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ ഇതൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ലീഫിന് ഇങ്ങനെ വെരിഗേറ്റഡ് ടൈപ്പ് വരുന്ന ഒരു ടൈപ്പാണിത്. എല്ലാ പ്ലാന്റും തന്നെ നന്നായിട്ട് റൂട്ട് പിടിച്ച് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. 50 രൂപ എന്ന് പറഞ്ഞ പ്ലാന്റ് സൈസിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇത് യെല്ലോ ജാസ്മിൻ ആണ്. ഒരു ക്രീപ്പർ വെറൈറ്റി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ. നല്ല രസമാണ്. മഞ്ഞ കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. ലീഫ് ഇത് ഇതേപോലെയാണുള്ളത്. പിന്നെ പ്ലാന്റ് സൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇതിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെ കുറേ പേർക്ക് അയക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. ഇത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. അപ്പോൾ റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുക. എന്തായാലും മാക്സിമം നമ്മൾ ഹൈറ്റുള്ള പ്ലാന്റ്സ് തന്നെ നോക്കിയിട്ട് അയക്കൂ കേട്ടോ. ഇത് നമുക്ക് ഹൈഡ്രാഞ്ചിയയുടെ കളേഴ്സ് ഒരു 4-5 കളേഴ്സോളം അവൈലബിൾ ആണ്. അതിലൊരു കളറാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഗാർലിക് വൈൻ ആണ്, വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല വെളുത്തുള്ളിൻ്റെ സ്മെല്ലായിരിക്കും ഇതിൻ്റെ ലീഫിനും ഫ്ലവേഴ്സിനും ഉള്ളത് കേട്ടോ. മിക്ക പ്ലാന്റ്സിനും മഴ കാരണം ഫ്ലവേഴ്സ് ഉണ്ടായിട്ടില്ല. ഉള്ള ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോയൊക്കെ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരു റോസാണ് കേട്ടോ. നല്ല റെഡ് കളറിലാണ് റോസാപ്പൂ ഉണ്ടാവുക. ചെറിയ കുഞ്ഞു കുഞ്ഞു റോസാണ് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിനും 50 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കൂഫിയയുടെ ഈ ഒരു വൈറ്റ് കളറ്, കൂഫിയൻ്റെ വയലറ്റ്, വൈറ്റ്, പിങ്ക്, ഈ ഒരു 3 കളേഴ്സോളം അവൈലബിൾ ആണ് കേട്ടോ. ഇതേപോലത്തെ പ്ലാന്റ് ആണ്. ബുഷായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്കിപ്പോൾ ബോർഡറൊക്കെ ആക്കി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ലീഫാണ്. പിന്നെ ഇത് വരുന്നത് ചൈനീസ് പ്രിവറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ലീഫ് വെരിക്കേറ്റഡ് ടൈപ്പാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഇൻഡോറൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു ചൈനീസ് പ്രിവറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെടികൾ നടുമ്പോൾ അധികം വളങ്ങളൊന്നും ചേർക്കേണ്ട. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെറും മണ്ണിലോട്ട് മാത്രം നട്ടു കൊടുത്താൽ മതി കേട്ടോ. ഇത് ക്യാറ്റ്സ് ക്ലോ വെറൈറ്റിയാണ്. ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. നമുക്ക് ഒരു വർഷത്തിൽ ഒരു ടൈമിൽ മാത്രമായിരിക്കും കൊലയായിട്ട് ഇതിന്ന് നല്ല ഭംഗിയിൽ പൂക്കൾ തരിക കേട്ടോ. ക്യാറ്റ്സ് ക്ലോ എന്ന് ബാക്കിയുള്ള സമയത്തൊക്കെ ചെറിയ ചെറിയ ഇടവേള സമയങ്ങളിൽ പൂക്കൾ ഉണ്ടാവും. പിന്നെ ഇത് വരുന്നത് മാൽപീജി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇത് ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ് കേട്ടോ. വെരിഗേറ്റഡ് ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഫ്ലവേഴ്സ് സെയിം ഫ്ലവേഴ്സ് ആണുള്ളത്. ലീഫിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി വെരിഗേറ്റഡ് ടൈപ്പിലാണ് നല്ല ഭംഗി കാണാൻ. ഇനിയിപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിൽ കൂടി നമുക്ക് വെറും ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് നോർമൽ ടൈപ്പ് ലേഡി ഷൂവിൻ്റെ കേട്ടോ. ഫ്ലവറിൻ്റെ ഫോട്ടോയുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൻ്റെ. ഇത് കണ്ടില്ലേ, ലീഫിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഇതിലുള്ളൂ കേട്ടോ. പിന്നെ ബ്രൈഡൽ ബൊക്കേറ്റ് വൈറ്റ് ആണ് വരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എപ്പോഴും ഫ്ലവർ തരുന്ന
ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ വൈറ്റ് കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക. ഇത് പാഷൻ ഫ്ലവർ ആണ്. ഇതിൻ്റെ റെഡും അതുപോലെ വയലറ്റും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. കൃഷ്ണ കമലം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ 2 കളേഴ്സും നമ്മളെടുത്തുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ട് റെഡിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് തന്നെ ഒരു 2-3 തൈ ഒന്നിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിനൊക്കെ 50 രൂപയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് രണ്ടും ലീഫിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ചില ആൾക്കാർക്കുള്ള സംശയമാണ് പാഷൻ ഫ്രൂട്ടും പാഷൻ ഫ്ലവറും ഒന്നല്ലേ എന്ന്. രണ്ടും 2 ചെടിയാണ്. ഒന്ന് ഫ്രൂട്ട് പ്ലാന്റും ഒന്ന് ക്രീപ്പർ പ്ലാന്റും ആണ്. ഇത് യെല്ലോ മെലസ്റ്റോമയാണ്. കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. മഞ്ഞ കളറിനാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇത് കർട്ടൺ ക്രീപ്പർ പ്ലാന്റ് ആണ്. അത്യാവശ്യം ഇതാ നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ വലിപ്പമുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് പ്ലാന്റ് DTDC വഴിയൊക്കെ അയക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ വെരിക്കേറ്റഡ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് 3 കളേഴ്സിലാണ് ഉള്ളത്. നല്ല സ്മെല്ലാണ് ഈ ഒരു വെരിക്കേറ്റഡിൽ വിരിയുന്ന ഫ്ലവേഴ്സിനുള്ളത് കേട്ടോ. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോൻ്റെ നോർമൽ ലീഫ് വരുന്നതാണ്. ഇതിൽ 3 കളേഴ്സിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇതിലെ ഫ്ലവേഴ്സിന് അധികം സ്മെല്ലൊന്നുമില്ല. പക്ഷെ വെരിക്കേറ്റഡ് ലീഫിലുണ്ടാകുന്നതിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പർ പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല പ്ലാന്റ്. ഡിസംബർ മാസമൊക്കെ ആവണം കേട്ടോ. അതും കൊലയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും. പിന്നെ തെച്ചിയിൽ നമുക്കൊരു 3-4 കളേഴ്സോളം അവൈലബിൾ ആണ്. റെഡ്, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ പിങ്ക് എന്ന് പറയുന്ന 4 കളേഴ്സോളം അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട കളർ ഏതാ നോക്കിയിട്ട് വാട്സപ്പ് ചെയ്യുമ്പോൾ തന്നെ പറയണം കേട്ടോ. പിന്നെ വരുന്നത് കുറ്റിമുല്ലയാണ്. നല്ല സ്മെല്ലുള്ള ജാസ്മിനാണ്. കുറ്റിമുല്ല നമുക്ക് ഒരു ചെറിയ കുറ്റിച്ചെടിയൊക്കെ പോയിട്ട് അങ്ങനെ ആക്കിയിട്ട് വളർത്താൻ പറ്റുന്നതാണ്. ഇത് മെക്സിക്കൻ പെറ്റൂണിയാണ്. ഇതിൻ്റെ 3 കളേഴ്സോളം അവൈലബിൾ ആണ്. വൈറ്റ്, പിങ്ക്, വയലറ്റ്, ഇങ്ങനെ 3 കളേഴ്സാണ് ഉള്ളത് കേട്ടോ. ഇതേപോലെ റൂട്ട് പിടിച്ചുള്ള ഇങ്ങനത്തെ പ്ലാന്റ് സൈസ് ആണ് വരുന്നത്. അതുകൊണ്ടല്ലേ ഇതിൽ 2-3 മൊട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മെക്സിക്കൻ പെറ്റൂണിയയിൽ നിന്നും വിത്ത് വീണിട്ടാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരിക കേട്ടോ. ഇത് ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്ന നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ്. നല്ല യെല്ലോ കളേഴ്സിലാണ് ഫ്ലവർ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് കേട്ടോ. പിന്നെ അച്ചിമിനസിൻ്റെ നാടൻ വെറൈറ്റി ആണ്. അച്ചിമിനസിൻ്റെ ഒരു 3-4 കളേഴ്സോളം നാടൻ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതിന് 50 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ വരുന്ന തേവം കുരുമുളക് വള്ളിയാണ്. ഇത് നമ്മളെടുത്ത് നിന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് സ്റ്റോക്ക് പോയ ഒരു വെറൈറ്റിയാണ്. നന്നായിട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് തിരിള് വന്നിട്ട് കായ്ഫലം ഉണ്ടായി തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളെടുത്തത് ഈ ഒരു 30 വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിച്ചത്. ഏതെടുത്താലും 50 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. പ്ലസ് കൊറിയർ ചാർജ് വരും. നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ്സ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അയക്കുന്നത് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളൂ. കോൾ ചെയ്യുന്നതിലും നല്ലത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് പ്ലാന്റ്സിന്റെ പേര് എഴുതി എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.